നാട്ടുവാർത്തയിലേക്ക് വിശദമായി തന്നെ കായംകുളം നഗരസഭയിലെ പൊതുമരാമത്ത് പ്രവർത്തികൾ പാതി വഴിയിൽ മുടങ്ങി. മരാമത്ത് പണികളുടെ ഫയൽ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്ന വിവാദം നിലനിൽക്കെ എഞ്ചിനീയർ അവധിയിൽ പോയതാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത്. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കെടുകാര്യസ്ഥതയിൽ 6 കോടി രൂപയുടെ നിർമ്മാണം പ്രതിസന്ധിയിലായതായാണ് ആരോപണം. നഗരസഭയിലെ മരാമത്ത് പണികളുടെ ഫയൽ നീക്കുന്നതിൽ താമസം പതിവായെന്ന ആരോപണം നിലനിൽക്കെ എഞ്ചിനീയർ അവധിയിൽ പോയതാണ് സ്ഥിതി വഷളാക്കിയത്. പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ അവസാന ഘട്ടമായപ്പോഴാണ് തടസ്സം രൂപപ്പെട്ടത്. പുതുതായി ചുമതലയേറ്റ എഞ്ചിനീയർ ഫയൽ നീക്കുന്നതിൽ അലംഭാവം കാട്ടുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഇതിനിടെ എഞ്ചിനീയറെ വിളിച്ചുവരുത്തി താക്കീത് ചെയ്യാൻ കൌൺസിൽ തീരുമാനിച്ചു. ടെൻഡറുകൾ ബഹിഷ്കരിക്കുമെന്ന് കരാറുകാർ ഭീഷണി ഉയർത്തി. ഇതിൽ പരിഹാരം കാണാൻ മാർഗമില്ലാതെ ഭരണ നേതൃത്വം നട്ടം തിരിയുന്നതിനിടെയാണ് എഞ്ചിനീയർ അവധിയിൽ പ്രവേശിച്ചത്. 1 മാസം മുമ്പ് ചുമതലയേറ്റ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ഫയലിലും നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. ഇങ്ങനെ പോയാൽ ഏതാണ്ട് 7 കോടിയോളം രൂപ പദ്ധതി പ്രവർത്തനമായി വിനിയോഗിക്കേണ്ട നഗരസഭയിൽ 50% പോലും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 6 കോടി രൂപയുടെ മരാമത്ത് പ്രവൃത്തികളുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്തംഭിച്ച് നിൽക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. പൂർത്തീകരിക്കേണ്ട 157 പദ്ധതികളിൽ 49 എണ്ണത്തിൽ മാത്രമാണ് കരാറായത്. 4.5 കോടിയുടെ പ്രവൃത്തികൾ അടിയന്തരമായി ടെൻഡർ ചെയ്താലേ പദ്ധതി പൂർത്തീകരിക്കാനാകൂ. ഇനിയുള്ള 80 ദിവസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിക്കണമെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണം. കൂടാതെ നടപടിക്രമങ്ങളിൽ ലഘൂകരണവും അനിവാര്യമാണെന്ന് പ്രതിപക്ഷം പറയുന്നു. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂവക്കര കോട്ടയംവിള റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം. പ്രതിദിനം 100 കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും കാൽനടക്കാരും ആശ്രയിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. വെള്ളറട പാറശാല സംസ്ഥാന പാതയും കാട്ടാക്കട വെള്ളറട മലയോര മേഖലയെയും ബന്ധിപ്പിക്കുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. റോഡ് തകർന്നിട്ട് കാലങ്ങളായി. പലവട്ടം നാട്ടുകാർ പരാതി നൽകി. റോഡ് മാത്രം നന്നായില്ല. മഴക്കാലമായാൽ കാൽനട പോലും സാധ്യമല്ല. മഴയില്ലെങ്കിൽ പൊടിശല്യവും. ടാർ ചെയ്തതിന്റെ അവശേഷിപ്പുകൾ പോലും പലയിടത്തും കാണാനില്ല. ഇതുകാരണം ഓട്ടോറിക്ഷ പോലും സർവീസ് നടത്തില്ല. കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികൾ ഈ റോഡിനെ അവഗണിക്കുകയാണ്. ഇവിടെ ഒരു ST കോളനി ഉണ്ട്. ഈ ST കോളനിയിലേക്ക് ഏതാണ്ട് ഒരു 10-50 പരം കുടുംബങ്ങളും അതിൻ്റെ അകത്തുള്ള ആളുകളും താമസിക്കുന്നതാണ്. പക്ഷേ ആ ST ഫണ്ട് പഞ്ചായത്തിൽ വർഷം തോറും ലക്ഷക്കണക്കിന് രൂപ ലോസായി പോവുകയാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ആ ലോസാകുന്ന സമയത്ത് അവസാന ഇയറിൽ അവർ വന്ന് കുറച്ച് ചല്ലിയും മണ്ണും കൊണ്ടിട്ട് അവിടെ ആയിട്ട് അങ്ങ് ഒഴുതിപ്പോയതാണ്. 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒറ്റശേഖരമംഗലം, ചെമ്പൂര്, പനച്ചുമൂട്, മുള്ളിലവ് വിള തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട പാതയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ലെങ്കിൽ സമരം ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഹയറിംഗ് സെന്ററുകളിൽ വ്യാജ മേൽവിലാസം നൽകിയ ഉപകരണങ്ങൾ തട്ടിയെടുക്കുന്നതായി പരാതി. ഇടുക്കി നെടുങ്കണ്ടത്തെ ഹയറിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത്. വിവിധ സ്ഥാപനങ്ങളിലായി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നെടുങ്കണ്ടം മേഖലയിലെ 10ഓളം സ്ഥാപനങ്ങളിൽ നിന്നും നിർമ്മാണ ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളുമാണ് നഷ്ടമായത്. വ്യാജ മേൽവിലാസവും തിരിച്ചറിയൽ രേഖയും നൽകി ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കുകയായിരുന്നു. ഡ്രില്ലിംഗ് മെഷീൻ, മോട്ടോർ സെറ്റ്, വെൽഡിംഗ് സെറ്റ്, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങളാണ് വാടകയ്ക്കെടുത്തത്. ദിവസ വാടകയ്ക്ക് നൽകിയ സാധനങ്ങൾ തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. സാധനങ്ങൾ എടുത്തോണ്ട് പോവുകയും വ്യാജ പേര് കൊടുക്കുകയും ഫോൺ നമ്പർ മാറി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെയധികം സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അത് തിരിച്ചു കൊടുക്കാതെയും ഏറെയുള്ള സാധനങ്ങൾ കൊണ്ട് വിറ്റുമൊക്കെ കാശാക്കുന്നു. സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടകളിലൊക്കെ ആൾക്കാർ ഇത് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്. അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പരിചയമുള്ളവരല്ലെങ്കിലും അവരുടെ പ്രൂഫ് മേടിക്കുകയോ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ മേടിച്ചു വെച്ചിട്ട് മാത്രം സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക. ഒരേ അഡ്രസ് നൽകി അടുത്തടുത്ത ദിവസങ്ങളിലായി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാടകയ്ക്കെടുക്കുകയായിരുന്നു. മേൽവിലാസത്തിനൊപ്പം നൽകിയ ഫോൺ നമ്പറും നിലവിലില്ല. സംഭവത്തിൽ സ്ഥാപന ഉടമകൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെടുങ്കണ്ടം. +2 വിദ്യാർത്ഥിനി ഗാഥയുടെ അവഗണിക്കപ്പെട്ടവരുടെ ലോകം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീമയ്ക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഇതുവരെ വായിച്ച പുസ്തകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഗാഥയുടെ പുസ്തകം. തിരുവനന്തപുരം ശാസ്തമംഗലം RKD NSS HSSലെ വിദ്യാർത്ഥിനിയാണ് കാട്ടാക്കട സ്വദേശി ഗാഥ.
നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായതിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് മുക്കം മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. കലോത്സവത്തിനായി എത്തിയ ആലപ്പുഴ ഹരിപ്പാട് നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കിയത് പ്രതീക്ഷ സ്കൂളിലായിരുന്നു. കായലിന്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും നാട്ടിൽ നിന്ന് കോഴിക്കോടിന്റെ മധുര തെരുവിൽ കലാമാമാങ്കത്തിനെത്തിയവരാണിവർ. ഇവരെ സ്നേഹത്തോടെ വരവേറ്റിരിക്കുകയാണ് മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ. യക്ഷഗാനം അവതരിപ്പിക്കാനാണ് ആലപ്പുഴ ഹരിപ്പാട് നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കോഴിക്കോട്ടെത്തിയത്. 7 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും 6 അധ്യാപകരും അടങ്ങുന്ന സംഘത്തിന് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ താമസ സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടെ നൽകിയിരുന്നു. ഒപ്പം യക്ഷഗാന പരിശീലനത്തിനും സൗകര്യമൊരുക്കി നൽകി. കർണാടകയിലെ നാടൻ കലാരൂപമായ യക്ഷഗാനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ അനുഭവമായി മാറി. നേരിട്ടല്ലെങ്കിലും മത്സരാർത്ഥികൾക്ക് ആതിഥ്യമരുളി കലോത്സവത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ പറയുന്നു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ സ്കൂളിനെ അറിയും. നടുവട്ടത്തുള്ള ആലപ്പുഴ ജില്ലയിലെ നടുവട്ടത്തുള്ള കുട്ടികളെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് അറിയും. അവർ വരുമ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു, സാറിൻ്റെ സ്കൂളിൽ വരണം, ഇവിടുത്തെ കുട്ടികളെ കാണണം, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് സ്റ്റേജിൽ വന്നിരുന്ന ഈ പ്രോഗ്രാം ലോകത്തെ ഏറ്റവും വലിയ ഒരു മാമാങ്കം നടക്കുന്നതിൽ മുക്കത്തുള്ള ഒരു ചെറിയ സ്പെഷ്യൽ സ്കൂള് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കാൻ ഞങ്ങൾ അതിന് ഭാഗവാക്കായി എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ദിവസം ചെലവഴിക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനുമായതിൽ നടുവട്ടം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സന്തോഷം. പ്രതീക്ഷയിലെ കുട്ടികളെ കാണുന്നതിനും അവരുടെ കൂടെ ഇതൊന്ന് അവരെ ഒന്ന് അവതരിപ്പിച്ച് ഈ ഒരു ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിലും അതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, ഞങ്ങൾക്ക് രാത്രി തങ്ങുന്നതിനും ആഹാരത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും അത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടു വളരെ സന്തോഷമായിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തിരിക്കകത്ത് കാവുദേവിയുടെ താലപ്പൊലി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. 1001 നിറപറയൊരുക്കിയാണ് ഇടത്തിരിക്കകത്ത് കാവിലമ്മയുടെ താലപ്പൊലി നടന്നത്. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കൊമ്പന്മാരായ ശ്രീധരനും പറ്റാനകളായി. എഴുന്നള്ളിപ്പിന് ശേഷം നടന്ന പറയെടുപ്പിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. 1001 പറകൾ ചൊരിഞ്ഞ് പൂക്കളെറിഞ്ഞാണ് കൊമ്പൻ ഭക്തജനത്തിന് അനുഗ്രഹം നൽകിയത്. ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ, ഊരമന അജിത്, കോങ്ങാട് രാധാകൃഷ്ണൻ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. പെരുവനം കുട്ടന്മാരാരും കോട്ടപ്പടി സന്തോഷും ചോവല്ലൂർ മോഹനനും മേളപ്രമാണത്തിൽ കൊട്ടിക്കയറി. കായംകുളം കൃഷ്ണപുരം കാപ്പിൽമേക്കാവ് കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര പൊങ്കൽ നടന്നു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന തിരുവാതിര പൊങ്കലിന് ക്ഷേത്രം തന്ത്രി നീലകണ്ഠൻ പോറ്റി ഭദ്രദീപം തെളിയിച്ചു. സീരിയൽ താരം മനീഷ് മഹേഷ് പൊങ്കാല ഭദ്രദീപം തെളിയിച്ചു. 100 കണക്കിന് സ്ത്രീകളാണ് ഇത്തവണ ദേവിക്ക് പൊങ്കാലയർപ്പിക്കാൻ എത്തിയത്. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണവും പ്ലാസ്റ്റിക്കും പിടിച്ചെടുത്തതിൽ നടപടി കർശനമാക്കി കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭ. നിരവധി സ്ഥാപനങ്ങളാണ് നടപടി നേരിടുന്നത്. ഭക്ഷ്യവിഷബാധയേറ്റ് നഴ്സ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കടുപ്പിച്ചത്. ശ്രീകണ്ഠപുരം നഗരസഭയിലും കച്ചവട സ്ഥാപനങ്ങളിലും പരിശോധന തുടരുകയാണ്. ഹോട്ടൽ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണപദാർത്ഥങ്ങളും പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. നിയമലംഘനം കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ആദ്യഘട്ടത്തിൽ 10,000 രൂപയും രണ്ടാം തവണ 25,000 രൂപയും തുടർന്നും നിയമലംഘനം കണ്ടെത്തിയാൽ 50,000 രൂപ പിഴയും ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നിട്ടും നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാനാണ് നഗരസഭയുടെ തീരുമാനം. എല്ലാ കടകളിലും പരിശോധന കർശനമാക്കി നിയമപ്രകാരമുള്ള പിഴ ഈടാക്കാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന കർശനമാക്കുന്നത്. ആദ്യത്തെ തവണ 10,000 രൂപയും രണ്ടാമത്തെ തവണ 25,000 രൂപയും മൂന്നാമത്തെ തവണ 50,000 രൂപയും തുടർന്ന് കട അടച്ചുപൂട്ടുന്നതായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.
പരിശോധനയിൽ പല സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തി. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ജനുവരി 31 വരെ ലൈസൻസ് എടുക്കാനുള്ള സമയം നൽകി. 10 കിലോയിലധികം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ VR ജയചന്ദ്രൻ അറിയിച്ചു. സ്ഥാപനങ്ങൾ പരിശോധിച്ചു. സ്ഥാപനങ്ങളുമായിട്ട് പഴയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് നിരോധനമാണെങ്കിൽ രണ്ടാമതും നഗരസഭ രീതിയിൽ വളരെയധികം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അതിലും ന്യൂസ് 18 ശ്രീകണ്ഠപുരം. കായംകുളം താലൂക്ക് ആശുപത്രി നവീകരിച്ച ഫാർമസിയുടെയും ടോക്കൺ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം UA പ്രതിഭ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. OP, ഫാർമസി, ലാബ് എന്നിവിടങ്ങളിലാണ് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫാർമസിയിലെത്തുന്ന രോഗികൾക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കി. തിരക്കൊഴിവാക്കാൻ നിലവിൽ 3 കൗണ്ടറുകളുള്ളത് 4 ആക്കി. മുനിസിപ്പൽ പ്ലാൻ ഫണ്ട്, RSBI ഫണ്ട്, HMC വ്യക്തികളുടെ സ്പോൺസർഷിപ്പ് എന്നീ നിലയിലാണ് ഫാർമസിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള വക കണ്ടെത്തിയത്. നിയമക്കുരുക്കിൽപ്പെട്ട് പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങളുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ തികച്ചും സൗജന്യമായ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വഴിയുണ്ട്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് പഞ്ചായത്തുകൾ തോറും സഞ്ചരിച്ച് അതിനുള്ള വഴിയൊരുക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, അതിർത്തി തർക്കം, വഴിത്തർക്കം, ക്രിമിനൽ കേസുകളല്ലാത്ത ഒട്ടുമിക്ക കേസുകൾ പരിഹരിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഈ അദാലത്ത് വഴി കഴിയും. ജഡ്ജും അഭിഭാഷകരും ഉൾപ്പെടുന്ന സംഘമാണ് മൊബൈൽ അദാലത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകൾ തോറും സഞ്ചരിക്കുന്നത്. ഇതിനകത്ത് 2 കക്ഷികളെയും വിളിച്ചു വരുത്തി ഇതിൽ ഫീൽഡ് സർവേ ഒക്കെ നടത്തി പാരാലീഗൽ വോളണ്ടിയേഴ്സ് പോയി പരാതികൾ കളക്ട് ചെയ്ത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് പരാതികൾ കളക്ട് ചെയ്തിട്ടാണ് അവരെ പരാതിക്കാരെയും എതിർകക്ഷികളെയും വിളിച്ചു വരുത്തി 2 കൂട്ടർക്കും ഏറ്റവും ഉചിതമായ രീതിയിൽ രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വന്ന് തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. നിയമസേവനം ആവശ്യമുള്ളവർക്ക് തികച്ചും സൗജന്യമായി നൽകുന്നു. കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അതും കോടതി കോമ്പൗണ്ടിനുള്ളിൽ. സാധാരണ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ കോടതിയുടെ പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ അവിടെ ചെലവാകുന്നതിന് പകരം ഞങ്ങൾ വളരെ എളുപ്പത്തിൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ നിയമപരമായ പ്രശ്നങ്ങൾ കേട്ട് അപ്പോൾ തന്നെ കോടതിയുടെ മറ്റു ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ ആ ഒരു ജഡ്ജിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസേഴ്സിൻ്റെയോ ഒക്കെ ആൾക്കാരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിച്ച് തീർപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ജനുവരി 6 മുതൽ 12 വരെയാണ് കണ്ണൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ മൊബൈൽ ലോക് അദാലത്ത് സഞ്ചരിക്കുന്നത്. ആലക്കോട്, ചെങ്ങളായി, കൊളച്ചേരി, മാടായി, കടന്നപ്പള്ളി പഞ്ചായത്തുകളിലും തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലും 12-നകം അദാലത്ത് പൂർത്തിയാകും. സമീപ പഞ്ചായത്തുകളിലുള്ളവർക്കും ഇത്തരം അദാലത്തുകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടുമ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അദാലത്തിനെത്തുന്നവർ തിരിച്ചു പോകുന്നത്. ന്യൂസ് 18 ആലക്കോട്. അഴിമതിക്കും പിൻവാതിൽ നിയമനങ്ങൾക്കുമെതിരെ കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. പ്രസിഡന്റ് AJ ഷാജഹാൻ നയിക്കുന്ന പൌരവിചാരണ വാഹന ജാഥയ്ക്കും തുടക്കമായി. 2 ദിവസമായി നടക്കുന്ന ജാഥ ചെട്ടിക്കുളങ്ങര ക്ഷേത്ര ജംഗ്ഷനിൽ ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇനി കാർഷിക കേരളം. കോതമംഗലം കീരമ്പാറയിൽ കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കർഷകനായ വർക്കി കാഞ്ഞിരത്തെങ്കില് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ബഷീർ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് സാമുവൽ, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി മുട്ടുകാട് പാടശേഖരത്തിൽ ഇനി കൊയ്ത്തുപാട്ടിന്റെ ഇരടികൾ മുഴങ്ങും. ജില്ലയിൽ ഏറ്റവും വലിയ പാടശേഖരത്തിൽ ഇത് വിളവെടുപ്പിന്റെ കാലമാണ്. ബസുമതിയും നാടൻ നെല്ലിനങ്ങളുമാണ് പാടശേഖരത്തിൽ സമൃദ്ധിയായി വിളഞ്ഞു നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ ബൈസൺ വാലി, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് മുട്ടുകാട് പാടശേഖരം. മലനിരകളാൽ ചുറ്റപ്പെട്ട മുട്ടുകാട് പാടശേഖരത്തിൽ നിലവിൽ 42 ഹെക്ടറിലാണ് നെൽകൃഷിയുള്ളത്. തൊഴിലാളി ക്ഷാമം മൂലം ഇത്തവണ യന്ത്രസഹായത്തോടെയാണ് വിളവെടുപ്പ്. നമുക്ക് ഈ പ്രാവശ്യം നല്ല വിളവാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ചവരി എന്ന് പറഞ്ഞ വേറൊരു വിത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
വിളവെടുപ്പ് നമ്മൾ ഇതോടൊപ്പം തന്നെ തുടങ്ങുകയാണ്. മുൻപിവിടെ 3 കൃഷി ഇറക്കിയിരുന്നു. തൊഴിലാളി ക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കന്നിക്കൃഷി മാത്രമാണ് നിലവിലുള്ളത്. ഹൈറേഞ്ചിന്റെ നാടൻ നെല്ലിനങ്ങൾക്കൊപ്പം ബസുമതിയും കൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാട്ടകൃഷിയിലൂടെ യുവജന കൂട്ടായ്മകളും പൊതുപ്രവർത്തകരും കർഷകർക്കൊപ്പമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും കണ്ടം കൃഷി ചെയ്തായിരുന്നു. അത് നല്ല ലാഭമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യവും കണ്ടം കൃഷി നടത്തി. അതിൻ്റെ കൊയ്ത്തുത്സവമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ കണ്ടം കൃഷി ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചിട്ടുണ്ട്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിസന്ധികൾക്കിടയിലും മുട്ടുകാട്ടിലെ നെൽകൃഷി തുടരുന്നത്. സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും കർഷകർക്കൊപ്പം ഇവിടെ ഒത്തുചേരാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇനി കാർഷിക അറിയിപ്പുകൾ നോക്കാം. കന്നുകാലികളിലെ ചർമ്മമുഴ രോഗം ചെറുക്കാൻ വാക്സിനേഷൻ ഊർജിതമാക്കും. ഈ മാസം 15 മുതൽ പശുക്കൾക്കും എരുമകൾക്കും വാക്സിനേഷൻ നൽകാൻ തീവ്ര വാക്സിനേഷൻ ക്യാമ്പയിന് തുടക്കമാകും. ക്ഷീരഗ്രാമം പദ്ധതിക്ക് തിരുവനന്തപുരം വാമനപുരം ബ്ലോക്കിലെ പുല്ലൂരമ്പാറ പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 2 പശു യൂണിറ്റ്, 5 പശു യൂണിറ്റ്, ആവശ്യാധിഷ്ഠിത ധനസഹായം, കറവയന്ത്രം എന്നിവയ്ക്ക് ക്ഷീരശ്രീ പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വാമനപുരം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടുക. കേരള വെറ്റിനറി സർവകലാശാലയുടെ കീഴിൽ മണ്ണൂത്തി യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നിന്നും ഫ്രീസ്വാൾ ഇനത്തിലുള്ള കറവ പശുക്കളുടെയും മുറയിനത്തിലുള്ള എരുമ കിടാരികളെ വളർത്താനും പ്രജനനത്തിനുമായി സർവകലാശാല നിരക്കിൽ വിൽപ്പന നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447402864 എന്ന നമ്പറിലോ 9947525558 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഹരിത വിപ്ലവത്തിന് തുടക്കമായിരിക്കുകയാണ് ആലപ്പുഴ ദേവികുളങ്ങര പഞ്ചായത്തിൽ. സമഗ്ര പച്ചക്കറി കൃഷിയുടെ ഭാഗമായി നടത്തിയ ചീരകൃഷിയിൽ മികച്ച നേട്ടമാണ് കർഷകർക്കുണ്ടായത്. ഒരു വർഷത്തിൽ 4 സീസണായി തരം തിരിച്ചാണ് കാലാവസ്ഥയ്ക്കനുസൃതമായി ഇവിടെ കൃഷി നടത്തിവരുന്നത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ മികച്ച ഹരിത പഞ്ചായത്താക്കി മാറ്റുകയാണ് ലക്ഷ്യം. 15 വാർഡുകളിലായി 4ാം സീസൺ കൃഷിയായ ചുവപ്പ് ചീര, പച്ചച്ചീര, വെള്ളച്ചീര എന്നിവയുടെ കൃഷി പുരോഗമിക്കുകയാണ്. വിവിധ വാർഡുകളിലായി 150 ഏക്കറിലാണ് ചീരകൃഷി. കർഷകർക്ക് ലഭിച്ചതാകട്ടെ മികച്ച വിളവും. ചീരകൃഷിക്ക് ചിലവ് വളരെ കുറവായതും ഗുണമായി. വീട്ടമ്മമാരും യുവതി യുവാക്കളും കർഷകരുമടക്കം ചീരകൃഷിയിലേക്ക് തിരിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ ഉത്സാഹത്തോടാണ് ഇപ്പോൾ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഇവിടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. തൊഴിലുറപ്പിലെയും 5-10 പേർ ചേർന്നിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യുന്നു. കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പ് കൃഷി ചെയ്യുന്നു. ഇപ്പോൾ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് നാട്ടിലുള്ള എല്ലാ കർഷകരും, എല്ലാ വീട്ടമ്മമാരും, വീട്ടിലുള്ളവരും കൃഷി ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ദേവികുളങ്ങര പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വാർഡിലെയും വീട്ടുപറമ്പിലും തൊടിയിലും തരിശുഭൂമിയിലും ചീര തഴച്ചു വളരുന്നത് നല്ല കാഴ്ചയാണ്. ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിലെ ചീരകൃഷിയുടെ വിളവെടുപ്പ് കർഷകർ ഉത്സവമാക്കി മാറ്റി. ഇവിടെ JLG ഗ്രൂപ്പ് വനിതകളുടെ നേതൃത്വത്തിലാണ് ചീരകൃഷി ചെയ്യുന്നത്. ജൈവ കൃഷി രീതിയാണ് നടപ്പാക്കിയത്. കൃഷി നടത്തിപ്പിന് ചിലവായതാകട്ടെ 100 രൂപയാണ്. ദിവസം 2000 രൂപയോളം നേടാനായത് പ്രോത്സാഹനമായി. പാകമായ ചീര ഒരു കെട്ടിന് 50 രൂപയാണ് വില. ചീര വിത്തും ഇവർ വിൽക്കുന്നു. ദേവികുളങ്ങര പഞ്ചായത്തിലെ 11ാം വാർഡിലെ തേജസ്വി കുടുംബശ്രീയിലെ സമ്പൂർണ്ണ JLG ഗ്രൂപ്പിലെ 5 അംഗങ്ങൾ ചേർന്നാണ് ഈ ചീരകൃഷി നടത്തിയത്. ഞങ്ങൾക്ക് 100 രൂപയുടെ വിത്ത് വാങ്ങിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ വീട്ടിലുള്ള ചാണകവും ഗോമൂത്രം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അല്ലാതെ മറ്റ് ജൈവ കൃഷി മാത്രമാണ്. അല്ലാതെ മറ്റുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. 5 പേർ ചേർന്നതാണ് ഗ്രൂപ്പ്. വാർഡ് മെമ്പർ പ്രശാന്ത് രാജേന്ദ്രൻ, പ്രസിഡന്റ് S പവനനാഥൻ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരെല്ലാം കൃഷിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നു. നിലമൊരുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളും വിത്തും വളവും നിർദ്ദേശങ്ങളും നൽകാൻ കൃഷ്ണപുരം CPCRIയിലെ സയന്റിസ്റ്റ് ഡോക്ടർ അനിതാകുമാരിയും ഇവരെ സഹായിക്കുന്നുണ്ട്. ചീര കൃഷിയിടത്തിൽ നിന്ന് തന്നെ വാങ്ങുവാനും ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് 18 കായംകുളം. പുനലൂർ റെയിൽവേ കുളിക്കടവ് തകർച്ചയുടെ വക്കിൽ. റെയിൽവേ പാത നവീകരണത്തോടനുബന്ധിച്ച് കരാറുകാരാണ് കുളിക്കടവ് തകർത്തത്. പുനലൂർ നഗരസഭയിലെ ഹൈസ്കൂൾ വാർഡിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ കുളിക്കടവ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്.
പ്രദേശവാസികളും ശബരിമല തീർത്ഥാടകരും മറ്റു തൊഴിലാളികളും കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും മറ്റും ഉപയോഗിച്ചിരുന്ന പ്രധാന കടവാണിത്. കല്ലടയാറ്റിലെ ഏറ്റവും ആഴം കുറവുള്ള പ്രദേശമെന്ന നിലയിൽ അപകടങ്ങൾ കുറവായതിനാൽ കുളിക്കടവിന് പ്രാധാന്യവും ഏറെയായിരുന്നു. ഇപ്പോൾ ഇവിടം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. റെയിൽവേ പാളം പണിയുന്നതിന് വേണ്ടി ഇടിച്ചു പൊളിച്ചിട്ട് ഈ കുളിക്കടവും മുനിസിപ്പാലിറ്റി എടുത്തൊന്ന് പണിഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ഇതിനൊരു നല്ലൊരു നടപടി ഇതുവരെ ഉദ്യോഗസ്ഥന്മാരോ ബാക്കിയുള്ള ആൾക്കാരോ ബന്ധപ്പെടുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളെല്ലാം ഇറങ്ങിയെന്ന് ചെയ്തതല്ലാതെ ഒരു ഉദ്യോഗസ്ഥനും വന്ന് ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യാനും പോലും നിന്നിട്ടില്ല. കുളിക്കടവ് ഉപയോഗപ്രദമായ നിലയിൽ നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ നഗരസഭയെ സമീപിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കൊട്ടാരം കടവ്, മൂർത്തിക്കാവ് കടവ്, നെല്ലിപ്പള്ളി കടവ്, റെയിൽവേ കടവ് തുടങ്ങി പ്രധാന കുളിക്കടവുകളെല്ലാം തകർന്ന നിലയിലാണ്. ഒന്നും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിലയിൽ നവീകരിച്ചു നൽകാൻ നഗരസഭ ശ്രമിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. യന്ത്രങ്ങൾ എപ്പോഴും മനുഷ്യന്റെ അധ്വാന ഭാരത്തെ കുറയ്ക്കുന്ന സഹായിയാണ്. അടുക്കളയിലെ ജോലി തിരക്കുകൾക്കിടയിൽ അമ്മമാരെ സഹായിക്കാൻ ഒരു കിടിലൻ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കി നാലുമുക്ക് സ്വദേശിയായ കട്ടപ്ലാക്കൽ അഭിഷേക് വിനോദ്. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഫുഡ് സെർവ് റോബോട്ടിനെയാണ് ഈ 8ാം ക്ലാസ്സുകാരൻ നിർമ്മിച്ചത്. യൂട്യൂബിന്റെ സഹായത്തോടെ റോബോട്ടുകളുടെയും യന്ത്രങ്ങളുടെയും പ്രവർത്തനം മനസ്സിലാക്കിയാണ് അഭിഷേക് ഫുഡ് സെർവ് മെഷീൻ തയ്യാറാക്കിയത്. യന്ത്രത്തിന്റെ മുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്ത് ഭക്ഷണ സാധനങ്ങൾ വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് തനിയെ എത്തിക്കുന്ന തരത്തിലാണ് നിർമ്മിതി. ഭക്ഷണ സാധനം എടുത്താൽ തിരികെ യഥാസ്ഥാനത്തേക്ക് മടങ്ങും. ഇത് ഫുഡ് സെർവിംഗ് റോബോട്ടാണ്. നമ്മൾക്കിപ്പോൾ ഇവിടെ ഫുഡ് വെച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ എവിടെയാണ് ഫുഡ് സെർവ് ചെയ്യേണ്ടത് അവിടെ ഫുഡ് സെർവ് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പോഴൊക്കെ പല ജോലികളും എളുപ്പമാക്കിയെടുക്കുക ഇങ്ങനെ ഓരോ റോബോട്ടുകൾ ഉണ്ടെങ്കിൽ. ഇത് ഞാൻ TV-കളിലും ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഓരോന്ന് പല ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആശയമെല്ലാം എഴുതി കൊടുത്ത് എനിക്ക് അങ്ങനെ കുറച്ച് ക്യാഷ് അവാർഡെല്ലാം കിട്ടി. അത് വെച്ച് എനിക്ക് പിന്നെ ഉണ്ടാക്കണമെന്ന് തോന്നി. സെൻസറുകളുടെ സഹായത്തോടെയാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം. യാത്രാമധ്യേ തടസ്സങ്ങൾ നേരിട്ടാൽ തനിയെ നിൽക്കും. ഫുഡ് സെർവ് മെഷീന്റെ നിർമ്മാണത്തിൽ പലതവണ പരാജയം നേരിട്ടെങ്കിലും വീണ്ടും പരിശ്രമിച്ച് അഭിഷേക് വിജയത്തിലെത്തുകയായിരുന്നു. തെർമോക്കോളിൽ ഒരുക്കിയിരിക്കുന്ന യന്ത്രത്തിന്റെ കൂടുതൽ മികച്ച മാതൃക ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കൻ. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.